ഏതോ ദൂരയാത്ര കഴിഞ്ഞ് വന്നിട്ട് ദിവസം രണ്ടായതേ ഉള്ളൂ. അതുകൊണ്ട് പാനൂർ ചെറ്റക്കണ്ടി രക്തസാക്ഷി സ്മാരകത്തെ പറ്റിയൊന്നും അറിയില്ല. നാളെ കളിയാക്കലാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി. അത് ടീച്ചർ മാത്രമല്ല, ആ ചോദ്യത്തോട് ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങാമട്ടിലാണ് സാക്ഷാൽ MV ഗോവിന്ദനെ അടക്കം മറുപടിയെങ്കിലും ആരെയോ എറിഞ്ഞുകൊല്ലാനുണ്ടാക്കിയ ബോംബിൽ ചെതിരിയ സഖാക്കളോട് കൂറ് പ്രഖ്യാപിക്കുകയാണ് പാർട്ടി. പക്ഷേ വിവാദമായതോട് ഉദ്ഘാടനം ഗോവിന്ദനല്ല, ജയരാജനാണ്. ആഴ്ചയൊന്നു വെച്ച് മനുഷ്യർ കട്ടച്ചോരയിൽ പിളർന്നു കിടന്നു വൈധവ്യങ്ങളിൽ, പുത്രദുഃഖങ്ങളിൽ വീട്ടിലെ പെണ്ണുങ്ങൾ മാത്രം കരഞ്ഞ മുടിഞ്ഞൊരു രാഷ്ട്രീയകാലത്തല്ല, ഈ അടുത്താണ് 2015 പാർട്ടിക്കോട്ടയിലെ ബോംബ് നിർമ്മാണ കേന്ദ്രത്തിൽ പൊട്ടിത്തെറി അകാല മരണങ്ങൾ. ആചാരം പോലെ അരുവിക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് കോടിയേരി പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, പാർട്ടിക്ക് ബന്ധമില്ല. അന്ന് തള്ളിപ്പറഞ്ഞ പാർട്ടിയുടെ അതേ പാർട്ടി 8 വർഷങ്ങൾക്കിപ്പുറം രക്തസാക്ഷി സ്മരണയിൽ മുഷ്ടി ചുരുട്ടുന്ന മുദ്രാവാക്യത്തിൽ CPM പറയുന്ന ന്യായം RSS പ്രതിരോധം. അതേ സംഘരാഷ്ട്രീയത്തിന്റെ പ്രധാന നേതാവുമായ പ്രഭാരിയുമായി CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ചായ കുടിക്കുന്ന ഊഷ്മള രാഷ്ട്രീയ കാലത്ത് ജയരാജൻ പറഞ്ഞ മണ്ടൻ ന്യായങ്ങൾ പാർട്ടിക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാമെങ്കിൽ അതേ കേന്ദ്ര സഖാവിന്റെ പുത്രൻ സഖാവിന് കേന്ദ്രമന്ത്രിയുടെ സ്ഥാപനവുമായി കച്ചവട കൈകോർക്കലിന് ഒരു കോർപ്പറേറ്റ് പണക്കൊയ്ത്ത് കാലത്ത് ഏത് RSSനെ ചെറുക്കാനെന്നാണ് ഗീർവാണമടി. ഈ വടകര തെരഞ്ഞെടുപ്പ് കാലത്തും പാർട്ടിക്കോട്ടയിൽ പൊട്ടിയൊരു ബോംബ് മതിൽ കൊല്ലപ്പെട്ട CPMകാരനെയും ഞങ്ങൾക്ക് പങ്കില്ല എന്ന കള്ളത്തരവും കേട്ടതാണ് കേരളം. ഉറപ്പാണ്, വർഷങ്ങൾക്കപ്പുറം സ്വയം കൃതാനർത്ഥം ചിതറിത്തെറിച്ചവനും പണം പിരിച്ച് കെട്ടിപ്പൊക്കും ഒരു പാതക സ്മാരകം. അതിൽ പങ്കില്ലെന്നൊക്കെ പറയുന്ന ഉഡായിപ്പാണെന്നതിന് സാക്ഷ്യം TP ചന്ദ്രശേഖരന്റെ ചോരയാണ്. അന്ന് 51 വെട്ടിൽ കൊല വിളിച്ചത് പാർട്ടിയാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാമെങ്കിലും CPM സമ്മതിക്കില്ലെങ്കിലും പ്രതി കുഞ്ഞനന്ദൻ കോട്ടകളിൽ വാഴ്ത്തപ്പെട്ടവൻ, കൈവിറയ്ക്കാതെ വെട്ടിക്കേറിയ ഗുണ്ടകൾക്ക് ജയിലുകൾ, സുഖവാസ കേന്ദ്രങ്ങൾ, പരോളുകൾ, ആനുകൂല്യങ്ങൾ. ആ കൊടിസുനിയെയും കിർമാണി മനോജിനെയും ചെഗുവേരയ്ക്ക് അപ്പുറത്തിപ്പുറത്തങ്ങ് ചെന്താരകങ്ങളാക്കണം നവസഖാക്കളെ. ഉദ്ദിഷ്ടകാര്യത്തിന് വേണ്ട ഉപകാര സ്മരണ. കടക്ക് പുറത്തുനിന്നൊരു പിണറായി അലർച്ചയിൽ മാധ്യമങ്ങളെ ആട്ടിയോടിച്ച് RSS നേതാക്കളുമായി ഒപ്പിട്ടൊരു സമാധാന കരാറിൽ കണ്ണൂരെ നരവേദം നിർത്തി അറവുശാലകൾ പൂട്ടിയിട്ടും എറിഞ്ഞുകൊല്ലാൻ ബോംബുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൂട്ടുന്നത് CPM RSS ആരുടെ നെഞ്ചത്തേക്കെറിയാനാണ്?